അർജുന്റെ ഫാമിലി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. അമ്മ പേരുകേട്ട സിറ്റി ഹോസ്പിറ്റൽ കാർഡിക് സർജനാണ്. അതുപോലെ അച്ഛനും അതേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അതിനിടയ്ക്ക് അവർക്കാകെയുള്ള മകനെ നോക്കാൻ നേരം കിട്ടാറില്ലായിരുന്നു. ഒറ്റയ്ക്കാക്കുന്ന നിമിഷം അവൻ മറ്റു പലതിലേക്കും കടന്നു. ആകെ ഉണ്ടായിരുന്നത് അച്ചമ്മയാണ് എല്ലാത്തിനും. എന്നാൽ അച്ചമ്മയുടെ മരണശേഷം അവൻ കൂടുതൽ തെറ്റിലേക്ക് പോയി. ഒറ്റപ്പെടൽ അവനെ ആക്കി. അങ്ങനെയാണ് കോളേജ് സമയം അഞ്ജലിയും മറ്റ് ഗ്യാങ്ങിനെയും പരിചയപ്പെടുന്നത്. അതിനിടയ്ക്ക് മകനെ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതെ അവരും അവിടെ ജോലി നോക്കി. ആൺകുട്ടി ആയതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണം, അവനൊരു ആൺകുട്ടിയല്ലേ എന്ന ഒരു മനോഭാവമായിരുന്നു അവർക്ക് ഇരുവർക്കും. പോകെ പോകെ അവനും അവരിൽ നിന്നും ഒരുപാടാകുന്നു. അവൻ അവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് നന്നായി അറിയാം. എന്നാലും അതില്ലാതെ ഒന്നിനും വയ്യാത്ത അവസ്ഥയായി അവന്. സമയം പിന്നെയും ഓടി മറിഞ്ഞു. പുറത്തുപോയി ലച്ചുവും ജഗത്തും തിരികെ വന്നു. ഒന്ന് ഫ്രഷ് ആയി ജഗത്ത് മറ്റന്നാൾ ബിസിനസ് മീറ്റിംഗിന് അബ്രോഡ് കൊണ്ടുപോകേണ്ട ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലായി. അപ്പോഴേക്കും ലച്ചു ഫ്രഷ് ആയി ഇറങ്ങി. പിന്നെ ജഗത്തിനെ ഒന്ന് നോക്കി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി വാങ്ങിയ കവറുകളുമായി. അമ്മേ, കിടക്കുവാണോ? അമ്മയുടെ റൂമിന്റെ വാതിൽ വന്നിട്ട് ലച്ചു വിളിച്ച് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചിരിയോടെ. ആ മോളെ, നീ വന്നോ? അതും ചോദിച്ചു മുത്തശ്ശി എണീറ്റിരുന്നു. പ്രായം ഇത്രയായെങ്കിലും എപ്പോഴും ആട്ടിത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് അമ്മയ്ക്കെന്ന് തോന്നി ലക്ഷ്മിക്ക്. ചെറുചീരിയോടെ മുന്നിലേക്ക് കിടക്കുന്ന മൂടിയൊന്നും മാടി ഒതുക്കി കയറിയിരുന്ന കവർ അമ്മയ്ക്ക് നേരെ നീട്ടി. എന്താ മോളെ ഇത്? ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കുട്ടിയെ. അതൊന്നും സാരിയില്ലമ്മേ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വരുമല്ലേ. പിന്നെ ജഗത്ത് പോയാൽ എങ്ങനെ പോയാലും 2 ദിവസം എടുക്കും തിരിച്ചു വരാൻ. പിന്നെ പുറത്ത് പോയി വാങ്ങാനൊന്നും പറ്റില്ല. ശിവ ഇനിയിപ്പോ എന്നാ വരുന്നെന്ന് അറിയില്ല. അവനൊന്നും വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല. നാളെ ഒന്ന് വിളിക്കണം എന്റെ കുട്ടിയെ. ഇനി അധികം ദിവസമില്ല. പിന്നെ കണ്ണനും പാറുമോൾക്കും കുറച്ച് ഡ്രസ്സ് എടുത്തു. പാറുട്ടി വന്നു കഴിഞ്ഞ് ആദ്യത്തെ ഉത്സവമല്ലേ അമ്മേ? അത് വേണം മോളെ, നല്ല കാര്യം. ഞാനും നിന്നോട് പറയാനിരിക്കുമായിരുന്നു. പാറോട്ടിക്ക് ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഉത്സവം കഴിഞ്ഞ് വേണം എല്ലാവരോടും എനിക്ക് കാര്യം പറയാൻ. അവളും ഈ വീട്ടിലെ കുട്ടിയാണെന്ന് എന്തിനാ മറച്ചു വെക്കുന്നേ? ഒരു അനാഥയെ പോലെ വളരേണ്ടവളല്ല എന്റെ കുട്ടി. ഈ കാണുന്നതിന്റെ പാതി അവകാശിയാണ്. യാമിനെ ജീവിച്ചിരുന്നതിൽ അവൾക്ക് അവകാശപ്പെട്ടത്. ഇനിയും ഒന്നും കണ്ടില്ല കേട്ടെന്ന് വെക്കാൻ എനിക്കാവില്ല. ഞാൻ ഇന്നോ നാളെയെന്ന് പറഞ്ഞിരിക്കുക. അതിനിടയ്ക്ക് എനിക്ക് എന്തേലും ആയാൽ എന്റെ കുട്ടി. മുത്തശ്ശി പാതിയിൽ നിർത്തി കണ്ണിൽ നീർത്തുള്ളി ഉരുണ്ടുകൂടി. അമ്മ എന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ കണ്ണന്റെ വിവാഹവും മക്കളെയും കാണാനുള്ളതാണ്, ലക്ഷ്മി ഒരു കളിയോടെ പറഞ്ഞു. പിന്നെ അമ്മയെ അലിവോടെ നോക്കി. അമ്മയുടെ അടുത്തായിരുന്നു. ആ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചു. സ്വന്തം മകൾ പടിയിറങ്ങിപ്പോയിട്ടും വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ അറിയുന്നത് മകളുടെ മരണമാണ് അമ്മയെ ആകെ തളർത്തിയത്. ആരോടും പറയാതെ കൊണ്ടു നടന്ന സങ്കടം നെഞ്ചിൽ ഉരുണ്ടു കൂടുമ്പോൾ ആരോടും പറയാതെ ഭഗവത് പാരായണം എന്ന മുഖംമൂടി എടുത്തണിഞ്ഞു അമ്മ. സങ്കടം മറയ്ക്കുന്നത് താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്രയും സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ മകൾ. 2 സഹോദരങ്ങളുടെ ഏക കൂടപ്പിറപ്പ്. എന്നാൽ ഒരാൾക്ക് സ്നേഹമാണെങ്കിൽ മറ്റൊരാൾക്ക് വാശി, ദേഷ്യമായിരുന്നു അവളോട്. എന്തിനും തെറ്റു മാത്രം കണ്ടുപിടിച്ച അനിയൻ. ലക്ഷ്മി ഒരു നെടുവീർപ്പോടെ ഓർത്തു. അമ്മേ. ലച്ചു അമ്മയെ പതിയെ വിളിച്ചു. അമ്മയുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ട് ഇവിടെ വേറെ ആർക്കും അറിയില്ലെങ്കിലും ഇത് അവളുടെ വീടല്ലാതെ ആകുന്നില്ലല്ലോ. അത് പറയുമ്പോൾ മുത്തശ്ശിയുടെ തൊണ്ട നിടറി. അമ്മേ, അങ്ങനെ എല്ലാവരോടും പറഞ്ഞാൽ രവി പിന്നെ എന്താ പറയുക ചെയ്യുക എന്നും വല്ലതും അറിയോ? യാമിനിയോടുള്ള ദേഷ്യത്തിന് പുറത്ത് പാറുമോളെ വലതും ചെയ്താൽ എല്ലാം ഓർക്കുമ്പോ പേടിയുണ്ട് എനിക്ക്. ലക്ഷ്മി രാധയോടെ പറഞ്ഞു. അങ്ങനെ അവനൊന്നും ചെയ്യില്ല. കാരണം അവന്റെ നാവ് എന്റെ മുന്നിൽ ഉയരില്ല. ഒരിക്കലെല്ലാം കണ്ടും കേട്ടും ഞാനും ഒന്ന് കണ്ണടച്ചു. അതിന് എനിക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം ചോര തന്നെ എന്നെ വിട്ടുപോയി. ഇനി ഞാൻ ജീവിച്ചിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് പറയുമ്പോൾ മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മൂർച്ചയുള്ളതുപോലെ മുത്തശ്ശി എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ലച്ചുവിന് തോന്നി. അമ്മയുടെ ഇഷ്ടം. എന്നാലും എല്ലാത്തിനും ഞാനും ജഗത്തും കണ്ണനും കൂടെ ഉണ്ടാകും. ലച്ചു അമ്മയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാം മോളെ, എന്നാലും ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട. അമ്മ എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. എന്ന് അമ്മ കിടന്നു. ഞാൻ കണ്ണന്റെ അടുത്തേക്ക് പോവാ. പിന്നെ പാറുമോൾ എന്ന് കാണും. 2 ആളെയും രാവിലെ കണ്ടതാണ്. എന്നാ ശരി അമ്മേ. അതും പറഞ്ഞ് ലക്ഷ്മി അമ്മയോട് പറഞ്ഞ് മുറി വിട്ടി പുറത്തേക്ക് ഇറങ്ങി. ഉള്ളിൽ നിറഞ്ഞ ആദ്യോടെ ലക്ഷ്മി പടികൾ കയറി കണ്ണന്റെ മുറിക്ക് മുന്നിലെത്തി. ഹൃദയത്തിൽ എന്തോ ഒരു വല്ലാത്തൊരു ഭയം അവരെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. യാമിനിയുടെ മകൾ പാർവിനെ തറവാട്ടിൽ നീതി കിട്ടണം എന്ന മുത്തശ്ശിയുടെ വാക്കുകളിൽ ആശ്വാസം തരുന്നുണ്ടെങ്കിലും രവിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ഓർമ്മ അവരെ ഭയപ്പെടുത്തി. പതി ലക്ഷ്മി വാതിൽ തട്ടി. കണ്ണാ. മുറിക്കുള്ളിൽ ആ സമയം കണ്ണന്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്ന പാറു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവളുടെ മുഖം വിളറി വെളുത്തു. കണ്ണേട്ടാ, ലക്ഷ്മിയമ്മയാണ്. ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും വരുമെന്ന്. അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. കണ്ണൻ ഒരു ചെറുചീരിയോടെ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു. നീ പേടിക്കാതിരിക്കു പാറു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവൻ വേഗത്തിൽ കട്ടിലിരുന്നു. കാലുകൾ പഴയതുപോലെ ചലിപ്പിക്കാൻ വയ്യാത്ത രീതിയിൽ വെച്ചു. പാറു വേഗം ചെന്ന് വാതിൽ തുറന്നു. ലക്ഷ്മിയമ്മ കയ്യിലെ കവറുകളുമായി അകത്തേക്ക് വന്നു.
എന്താ മോനെ വാതിലടച്ചിരിക്കുന്നത്? നീ ഉറങ്ങുകയായിരുന്നോ? ലക്ഷ്മി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴാണ് ലച്ചു പാറുവിനെ കാണുന്നത്. ആഹാ, മോളുണ്ടായിരുന്നോ ഇവിടെ? അതമ്മേ, ഞാൻ കണ്ണേട്ടനെ കുറിച്ച് വെള്ളം കൊടുക്കാൻ. പാറു പരിങ്ങി. കട്ടിൽ കിടക്കുകയായിരുന്ന കണ്ണൻ ഇടപെട്ടു. അമ്മേ, അവൾ ഇവിടെ ഉണ്ടായിരുന്നത് നന്നായി. എനിക്ക് പെട്ടെന്ന് കാലിന് ചെറിയൊരു വേദന എടുത്തു. അവളാണ് കുറച്ച് തൈലം പോയിട്ട് തന്നത്. ഇപ്പൊ കുറവുണ്ട്. അത് കേട്ടതും ലക്ഷ്മിയുടെ മുഖത്തെ പരിഭ്രമം മാറി പകരം സങ്കടം നിറഞ്ഞു. അവർ കണ്ണന്റെ അരികിലിരുന്ന് അവന്റെ തലയിൽ തലോടി. എന്റെ കുട്ടി, നിനക്ക് ഈ ദുരിതമൊക്കെ എന്ന് തീരുമാവും. ഈ അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ലക്ഷ്മി തന്റെ കയ്യിലിരുന്ന കവർ പാർവിന് നേരെ നീട്ടി. അതും പറഞ്ഞ്, ഇത് പിടിക്കുമോളെ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നിനക്കും കണ്ണനും എടുത്ത ഡ്രസ്സാണ് പാറുട്ടി. ഈ വീട്ടിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ഉത്സവമല്ലേ. കവർ വാങ്ങുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണൻ ലക്ഷ്മിയെ നോക്കി പതിയെ ചോദിച്ചു. അമ്മേ, ഉത്സവത്തിന് എല്ലാരും ഉണ്ടാകുമോ? ഉണ്ടാകും കണ്ണ. മുത്തശ്ശിക്ക് ഇത്തവണത്തെ ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയോ പോലെ തീരുമാനങ്ങൾ മുത്തശ്ശിയുടെ മനസ്സിലുണ്ട്. ലക്ഷ്മി ഒരു നെടുവീർപ്പാടാ പറഞ്ഞു. കണ്ണൻ പാർവിനെ ഒന്ന് നോക്കി. മുത്തശ്ശിയുടെ മനസ്സിലെ തീരുമാനം എന്താണെന്ന് അവൻ ഊഹിക്കാമായിരുന്നു. പാർവിന്റെ അവകാശം പ്രഖ്യാപിക്കുക, അത് നടക്കാൻ ശത്രുക്കൾ സമ്മതിക്കില്ലെന്ന് കണ്ണന് നന്നായി അറിയാമായിരുന്നു. അതേസമയം താഴത്തെ നിരയിലെ റൂമിൽ അഞ്ജലി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ അവളുടെ മുഖത്തിപ്പോ ഭയമല്ല, മറിച്ച് ക്രൂരമായൊരു വിജയിച്ചിരിയാണ് ഉണ്ടായിരുന്നത്. അവൾ ഫോണെടുത്ത് അർജുൻ അയച്ച മെസ്സേജ് നോക്കി. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉത്സവത്തിന്റെ 2ാം ദിവസം രാത്രി ആരും അറിയാതെ അവൾ എന്റെ കയ്യിലെത്തും. പിന്നെ ഒരിക്കലും അവൾ ആ തറവാട്ടിലേക്ക് തിരിച്ചു വരില്ല. അഞ്ജലി ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പാറു, നീ വിചാരിച്ചോ ആ എഴുന്നേറ്റ് നടക്കാത്ത അവന്റെ തണലിൽ നിനക്കിവിടെ രാജ്ഞിയായി വാഴാമെന്ന്? നിന്റെ ഈ സൗന്ദര്യവും അഹങ്കാരവുമെല്ലാം അർജുന്റെ മുന്നിൽ തകർന്നടി. ഈ തറവാടിന്റെ പടി കടന്ന് നീ പുറത്തു പോകുന്ന ദിവസം അധികം അകലെയല്ല. പുറത്ത് കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടി എന്നോണം തറവാട്ട് മുറ്റത്തെ മരച്ചില്ലകൾ ആടിയിറഞ്ഞു. ലഹരിയുടെ ഇരുട്ടിൽ കിടക്കുന്ന അർജുനും പകയോടെ കാത്തിരിക്കുന്ന അഞ്ജലിയും അംബികയും തനിക്കെതിരെ നടന്ന അപകടത്തിന്റെ യഥാർത്ഥ ഇലിനെ തിരയുന്ന കണ്ണനും എല്ലാവരുടെയും ലക്ഷ്യം വരാനിരിക്കുന്ന ആ 3 ദിവസത്തെ ക്ഷേത്രോത്സവമാണ്. ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നുപോയത്. തറവാട് മുഴുവനും ഉത്സവ പ്രതീതിയിലായിരുന്നു. കുടുംബക്ഷേത്രത്തിലെ 3 ദിവസത്തെ ഉത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. മുരുത് പന്തൽ ഉയർന്നു കഴിഞ്ഞു. തറവാട്ടിലെ എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച തിരക്കിലാണ്. ലക്ഷ്മിയമ്മ എടുത്തു നൽകിയ പട്ടുപാവടയും ബ്ലൗസും അണിഞ്ഞ് നനവാർന്ന മുടിയിഴകൾ പുറത്തേക്ക് വലിച്ച പാറു കണ്ണന്റെ മുറിയിലേക്ക് വന്നു. കണ്ണൻ തന്റെ വീഴ്ചയിൽ ഇരിക്കുകയായിരുന്നു. പാറുവിനെ കണ്ടതും അവന്റെ കണ്ണുകളിൽ പ്രണയം വിരിഞ്ഞു. എന്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. കണ്ണൻ അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു വലിച്ചു. കണ്ണേടാ, വീട് ആരെങ്കിലും കാണും. ലക്ഷ്മിയമ്മ ഇപ്പോ ഇങ്ങോട്ട് വരും. പാറ ചുറ്റിനും നോക്കി പരിഭ്രമിച്ചു. വന്നോട്ടെ, എന്റെ പെണ്ണിനെ ഞാൻ നോക്കുന്നതിന് ആർക്ക് എന്താ ചെയ്തം? കണ്ണൻ ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് അവന്റെ മുഖം ഗൗരവമുള്ളതായി. പാറു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത 3 ദിവസം ഈ തറവാട്ടിലും ക്ഷേത്രത്തിലും വൻ തിരക്കായിരിക്കും. നീ എപ്പോഴും ലക്ഷ്മി അമ്മയുടെയോ മുത്തശ്ശിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഒറ്റയ്ക്ക് ഒരിടത്തും പോകരുത്, പ്രത്യേകിച്ച് രാത്രിയിൽ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാറുവിന്റെ ഉള്ളിൽ ഭയം നിഴലിച്ചു. ഇല്ലടാ, നീ പേടിക്കണ്ട. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ്. നീ സൂക്ഷിക്കണം, അത്രമാത്രം. കണ്ണൻ അവളെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അതേസമയം തറവാടിന് താഴത്തെ നിലയിൽ അഞ്ജലി ആർക്കും മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരുന്നു. അംബിക റൂമിലേക്ക് വരുന്ന കണ്ട് അവൾ വേഗം ഫോൺ ഒളിപ്പിച്ചു. അഞ്ജു, നീ ഒരുങ്ങിയില്ലേ? എല്ലാരും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങി. അംബിക ചോദിച്ചു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കാശി കണ്ടതിന് ശേഷം അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എന്താ ഇറങ്ങുന്നു അമ്മേ. അമ്മ പൊയ്ക്കോ, അഞ്ജലി ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു. അംബിക പുറത്തേക്ക് പോയതും അഞ്ജലി വീണ്ടും ഫോൺ എടുത്തു. അർജുന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉത്സവപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞു അഞ്ജു. കൂട്ടുകാരും കൂടെയുണ്ട്. എന്റെ വണ്ടി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടാകും. നീ പറഞ്ഞതുപോലെ 2ാം ദിവസത്തെ പള്ളി വീട്ടിന്റെ തിരക്കിൽ ഞാൻ അവളെ മാറ്റിക്കൊള്ളാം. മെസ്സേജ് വായിച്ച അഞ്ജലിയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പാറു, നിന്റെ അവസാനത്തെ സന്തോഷമാണിത്. അനുഭവിച്ചു തീർത്തു. വൈകുന്നേരം ക്ഷേത്രത്തിൽ ദീപാരാധനയും ചെണ്ടമേളവും തകൃതിയായി നടക്കുകയാണ്. ഗ്രാമം മുഴുവനും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മുത്തശ്ശിയും ലക്ഷ്മി അമ്മയും ജഗത്തും എല്ലാവരും ക്ഷേത്രത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. പാറു ലക്ഷ്മി അമ്മയുടെ കൈയും പിടിച്ചു കൂടെയുണ്ട്. വീൽചെയറിൽ കണ്ണനും അവിടെ അരികിലുണ്ട്. മേളത്തിന്റെ തിരക്കിനിടയിലൂടെ പാറു ചുറ്റും നോക്കി. പെട്ടെന്ന് ദൂരെ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീർത്ത് കുളിച്ച ശരീരം, ചുവന്ന് കലങ്ങിയ കണ്ണുകൾ. അത് അർജുനായിരുന്നു. അവൻ കണ്ണിമ മായ്ക്കാതെ പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവന്റെ ആ നോട്ടത്തിലെ ക്രൂരത കണ്ട പാറു ഭയത്തോടെ ലക്ഷ്മിയുടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. പാറുവിന്റെ ഭാവമാറ്റം കണ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പാറു നോക്കിയ വഴിയിലേക്ക് കണ്ണോടിച്ചു. ആളുകൾക്കിടയിൽ നിൽക്കുന്ന അർജുനെ കണ്ണനും കണ്ടു. കോളേജിൽ അഞ്ജലിയുടെ കൂടെ നടന്നിരുന്ന ആ ലഹരിക്ക് അടിമയായ ചെറുപ്പക്കാരൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവൻ എന്തിനാണ് പാറുവിനെ നോക്കുന്നത്?
കണ്ണന്റെ ഉള്ളിൽ അപകടത്തിന്റെ മണി മുഴങ്ങി. തന്റെ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ പാർവിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നവൻ സംശയിച്ചു. അവന്റെ കൈകൾ വീൽ ചെയറിന്റെ കൈപ്പിടിയിൽ മുറുകി. തന്റെ കാലുകൾക്ക് ഇപ്പോഴും ശക്തിയുണ്ട്. താൻ എഴുന്നേറ്റ് നടക്കുമെന്ന കാര്യം ശത്രുക്കൾക്കറിയില്ല. അത് തന്നെയാണ് തന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് കണ്ണൻ ഉറപ്പിച്ചു. അതേ തിരക്കിനിടയിൽ ദൂരെ മറ്റൊരു മരത്തണ്ടിൽ കാശി നിൽപ്പുണ്ടായിരുന്നു. അവൻ അംബികയും രവിയെയും തന്നെ നോക്കുകയാണ്. അംബിക കാശിയെ കണ്ടും ഭയന്ന് വിറച്ച് രവിയുടെ കൈകളിൽ പിടിച്ചു. ഒരു വശത്ത് പ്രണയവും മറുവശത്ത് ചതിയുടെ വലക്കണ്ണികളും ഭൂതകാലത്തിന്റെ പ്രതികാരവും. ആ ഉത്സവപ്പറമ്പ് വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന് സാക്ഷിയാവാൻ പോവുകയായിരുന്നു. ഉത്സവപ്പറമ്പിലെ ജനത്തിരക്ക് അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരുന്നു. ചെണ്ടമേളത്തിന്റെ തകർത്തടിയും വെടിക്കെട്ടിന്റെ ശബ്ദവും അന്തരീക്ഷത്തെ പിടിച്ചുലച്ചു. ആളുകൾക്കിടയിൽ നിന്ന് അർജുന്റെ ആ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ പാറുവിനെ തന്നെ തുളച്ചു നോക്കുന്നുണ്ടായിരുന്നു. ലഹരിയുടെയും അഞ്ജലി നൽകിയ കൊട്ടേഷന്റെയും ലഹരിയിലായിരുന്നു അവൻ. പാറു ഭയന്ന് വിറച്ച കണ്ണന്റെ വീൽ ചെയറിന് അരികിലേക്ക് ഒതുങ്ങി നിന്നു. അവളുടെ ചെറിയ കൈകൾ വിറയ്ക്കുന്നത് കണ്ണൻ കണ്ടു. പെട്ടെന്ന് കണ്ണൻ പാറുവിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. ചുറ്റുമുള്ളവരുടെ മുന്നിൽ അവനിപ്പോഴും തളർന്നു കിടക്കുന്ന കണ്ണനാണ്. പക്ഷേ പാർവിനെ നോക്കിയ അവന്റെ കണ്ണുകളിൽ അളവറ്റ പ്രണയവും ആശ്വാസവും നിറഞ്ഞു. എന്താടോ, പേടിയാവുന്നുണ്ടോ എന്റെ കുട്ടിക്ക്? വളരെ ശാന്തമായി അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ കണ്ണൻ ചോദിച്ചു. കണ്ണേട്ടാ, അപ്പുറത്ത് നിൽക്കുന്ന ആള് അവൻ നോക്കുന്നത് കണ്ട് എനിക്ക് പേടിയാവുന്നു. കോളേജിൽ വെച്ച് അഞ്ജലിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അവനെ. പാറു കണ്ണന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു. കണ്ണൻ പതിയെ തല ഉയർത്തി അർജുൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ആ നിമിഷം പാറുവിന്റെ മുന്നിൽ ഉരുക്കി വിളിച്ച ആ പ്രണയം കണ്ണന്റെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. പകരം വന്യമായൊരു ഗൗരവവും കലിപ്പും ആ മുഖത്ത് നിറഞ്ഞു. അവന്റെ നോട്ടം ചെന്ന് തറച്ചത് അർജുന്റെ മുഖത്താണ്. ഒരു സിംഹം മിരയെ നോക്കുന്നത് പോലെയുള്ള ആ നോട്ടം കണ്ട് ലഹരിയിലായിരുന്നിട്ടും അർജുനൊന്ന് ഞെട്ടി. അറിയാതെ ഒരടി പിന്നോട്ട് വെച്ചു. കണ്ണൻ പാറുവിന്റെ മുഖത്തേക്ക് നോക്കി. വീണ്ടും ആ പഴയ ഭാവം കണ്ണേട്ടനായി മാറി. നീ ഒന്നിനും പേടിക്കണ്ട പാറു. നിന്റെ കണ്ണൻ ജീവനോടെ ഉള്ളപ്പോൾ ഒരുത്തിന്റെയും നിഴൽ പോലും നിന്റെ മേൽ വീഴില്ല. നീ ലക്ഷ്മമ്മയുടെ കൂടെ ഉള്ളിലേക്ക് വയ്ക്കോ, ഞാനിവിടെയുണ്ട്. പാറു തലയാട്ടി ലക്ഷ്മമ്മയുടെ കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് മറയുന്നത് വരെ പ്രണയത്തോടെ നോക്കിയിരുന്ന കണ്ണന്റെ മുഖം അവൾ കൺമുന്നിൽ മാറിയ അടുത്ത നിമിഷം കരിങ്കല്ല് പോലെ ഉറച്ചു. ഗൗരവം കൊണ്ട് അവന്റെ താടിയലുകൾ വലിഞ്ഞു മുറുകി. അവൻ തന്റെ വീൽ ചെയർ പതിയെ ആളൊഴിഞ്ഞ വശത്തേക്ക് ഉരുട്ടി മാറ്റി. അവിടെ ഇട്ടിൽ കാശി നിൽപ്പുണ്ടായിരുന്നു. കാശിയെ കണ്ടിട്ടും കണ്ണന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. കാശിയേട്ടാ. കണ്ണന്റെ ശബ്ദത്തിൽ മുൻപൊന്നും ഇല്ലാത്ത കൽപ്പും അധികാരവും ഉണ്ടായിരുന്നു. ആ തെക്കേ നടിൽ നിൽക്കുന്നവനെ കണ്ടോ? അഞ്ജലിയുടെ കൂട്ടുകാരനാണ്. അവന്റെ ഉദ്ദേശം നന്നല്ല. അവനിവിടെ എന്ത് ചെയ്യുക കണ്ണാ? നമുക്ക് പോലീസിനെ വിളിക്കണോ? കാശി ചോദിച്ചു. വേണ്ടേട്ടാ. കണ്ണൻ തന്റെ കൈകൾ മുറുകി കസേരയുടെ കൈപ്പിടിയിൽ അമർത്തി. അവനിലെ യഥാർത്ഥ കാർത്തി ഉണരുകയായിരുന്നു. അവനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. എന്റെ കാലുകൾക്ക് ജീവൻ വെച്ചത് അവൻ അറിയാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ വച്ചല്ല. അവൻ പാറുവിന്റെ നേരെ കൈ നീട്ടുന്ന ആ നിമിഷം ആ കൈ ഞാൻ ഇവിടെ വെച്ചു വിട്ടു. അതിനു മുൻപ് അഞ്ജലി എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയണം. കണ്ണന്റെ ആ ഭാവം കണ്ട് കാശി പോലും ഒന്നും ഭയന്നു. വീൽ ചെയറിലിരിക്കുകയാണെങ്കിലും അവനിൽ നിന്ന് പുറപ്പെടുന്ന ആ കൽപ്പ് അന്തരീക്ഷത്തെ പോലും ഭയപ്പെടുത്തുന്നതായിരുന്നു. അതേസമയം ദൂരെ മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുകയായിരുന്ന അഞ്ജലി അർജുനെ ഫോണിൽ വിളിച്ചു. എടി അഞ്ജു, ആ വീൽ ചെയറിൽ ഇരിക്കുന്നവൻ എന്നെ നോക്കിയ നോട്ടം ശരിയല്ല. എനിക്കെന്താ പന്തികേട് തോന്നും. അർജുൻ ഭയത്തോടാ പറഞ്ഞു. നീ ഒരു പേടിത്തൊണ്ടനാകല്ലേ അർജുൻ. അവൻ വെറും ഒരു ചത്ത ശവമാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവൻ എന്തു ചെയ്യാനാണ്? നീ പ്ലാൻ ചെയ്ത പോലെ പള്ളിവേറ്റയുടെ അന്ന് രാത്രി അവളെ മാറ്റാൻ നോക്ക്. അഞ്ജലി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. കണ്ണന്റെ വീൽ ചെയറിലിരുന്ന് അഞ്ജലി ഫോൺ പോക്കറ്റിൽ വെക്കുന്നത് ദൂരം കാണുന്നുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കളി നീ വിചാരിക്കുന്നതിലും വലുതാണ് അഞ്ജലി. നീ ഒരുക്കുന്ന കിളിയിൽ വീഴാൻ പോകുന്നത് പാറൂട്ടിയല്ല, നീ നിന്റെ ഈ കൂട്ടാളിയുമാണ്. മനസ്സിലുറപ്പിച്ചു.